ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ ഇതാട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രാവിലത്തെ അലക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാട്ടോ. ഇന്നൊരു 10-11 മണിയായി. പിന്നെ ധോനി ബേബിക്ക് കഴിക്കാനും അവളെ കുളിപ്പിച്ച് ഉറക്കിയിട്ടൊക്കെ കേട്ടോ ഞാൻ വന്നത്. പിന്നെ ഏട്ടൻ താഴത്തെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് ഞാൻ കേട്ടോ. അപ്പോൾ അത് പിന്നെ ഈ ഫ്രിഡ്ജിൽ കുപ്പിയിൽ നിറച്ചിട്ട് കയറ്റി വെക്കണം, എന്നാലും പിന്നെ തണുത്ത വെള്ളമൊക്കെ രാശേട്ടൻ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കടലക്കറി കേട്ടോ. കുറേ ദിവസമായിട്ട് സാമ്പാർ. അപ്പോൾ രാശേട്ടൻ പറഞ്ഞു പിന്നെ സാമ്പാർ വെച്ചാലാണ് രണ്ടുപേരും കഴിക്കുള്ളൂ. അപ്പോൾ കടലക്കറി ഒന്നുമുള്ളത് മറ്റുള്ളവർ കഴിക്കില്ല. വലിയമ്മായി, ഞാൻ അങ്ങനെയുള്ളവരൊക്കെ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ അമ്മായിയുടെ വകന്ന് ചക്കക്കൂട്ടാൻ കേട്ടോ. ഇന്നത്തെ കാര്യമൊന്നും പറയണ്ട. പിന്നെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ, ഞങ്ങളുടെ വീട്ടിൽ ചക്കയൊന്നുമില്ല കേട്ടോ, പ്ലാവൊന്നുമില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇവരിങ്ങനെ ചക്ക കഴിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ മുറിയോ അല്ലെങ്കിൽ ഒരെണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തു വിടും. അപ്പോൾ അത് വെറുതെ എന്തായാലും കേടുവരുത്തി കളയൊന്നുമില്ല ഇവർ. അമ്മായി എന്തായാലും നുറുക്കിയിട്ട് കറി വയ്ക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ചക്കക്കൂട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇന്നലെ കിട്ടിയ ചക്കയുടെ ചുള നല്ല വെന്ത് നല്ല പശയുള്ളതാട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടോ. അപ്പോൾ തലേദിവസം 2-3 ദിവസം ഞാൻ വീട്ടിൽ പോയതുകൊണ്ടേ അപ്പോൾ അമ്മായി അന്ന് ചക്ക വെച്ചായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് എന്തോ ആ ചക്കക്കൂട്ട ഇഷ്ടമില്ല. അന്ന് ഒരു ഇതില്ല, ഉടഞ്ഞായിരുന്നില്ല കേട്ടോ കഷ്ണങ്ങളൊന്നും അധികം. അപ്പം ഇന്നത്തെ കറി പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു അമ്മ ആദ്യം കൂട്ടിയത് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ പിന്നെ കുക്കറിലാണ് കേട്ടോ കടലയൊക്കെ വെച്ചത്. കടല തലേ ദിവസം ഞാൻ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടോ. അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോഴാണ് വെള്ളത്തിലിട്ടത്. അതുകൊണ്ട് നല്ല അങ്ങോട്ട് പൊന്തി വന്നൊന്നുമില്ല കേട്ടോ. വെള്ളത്തിലിട്ടിട്ടേ കുതിർന്നൊന്നുമില്ല. അതുകൊണ്ട് ചെറിയൊരു വേവിൻ്റെ കമ്മിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വേണ്ടില്ല, ഞാൻ 4-5 വിസിലൊക്കെ അടുപ്പിച്ചു കേട്ടോ. എന്നിട്ടും വെന്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല അങ്ങനെ നമ്മൾ കടല അങ്ങനെ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ നല്ല അങ്ങനെ പൊന്തി വരുമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നില്ല അന്ന് മാത്രം കേട്ടോ. എന്നിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് തന്നെ ഞാനിങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് തന്നെ വെച്ചത് കേട്ടോ. അപ്പോൾ രാശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. ദോശയ്ക്കൊക്കെ ഇങ്ങനെ അധികം ഇങ്ങനെ എന്താ പറയുക, ഗരം മസാല ഓവറായിട്ട് ഇടാതെയൊക്കെ ലൈറ്റായിട്ടൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാശേട്ടൻ ദോശയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കടലക്കറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കടലക്കറിയൊക്കെ ആയിട്ടോ. പിന്നെ ധോനി ബേബിനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടൊക്കെ വന്നപ്പോഴത്തേന് തന്നെ 12 മണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേന് ഇന്ന് അമ്മായിയുടെ സ്പെഷ്യൽ ചക്കക്കൂട്ടാനാണെന്ന് പറഞ്ഞല്ലോ. അവർക്കൊന്നും ഒരു കറിയുള്ളൂ. പിന്നെ ഇന്ന് രാജീവേട്ടന് പിന്നെ 2-3-4 ദിവസം മുന്നേ എടുത്തു വെച്ച ഒരു സ്രാവ്മീൻ്റെ തല ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ചാറ് അവരങ്ങനെയൊക്കെ ഇങ്ങനെ പുളിയൊക്കെ ഇട്ട് മല്ലിയൊക്കെ ഇട്ടിട്ട് അമ്മ ഉണ്ടാക്കട്ടോ. അത് മൂപ്പര് മാത്രമേ കഴിക്കുള്ളൂ. അത് വേറെ ആർക്കും ഇഷ്ടമാവില്ല. അത് അമ്മയും മോനും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ മല്ലിയൊക്കെ ഇട്ട് സാധാ പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാവിലൊക്കെ നമ്മളെ ഈ നാവിൽ പുണ്ണും വരും. പിന്നെ അതേപോലെ തന്നെ എനിക്കത് പറ്റില്ല. എനിക്ക് എന്തോ ഛർദ്ദിക്കാനൊക്കെ വരും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അതൊന്നും കഴിക്കാറില്ല. അപ്പം ഞാൻ കടലക്കറിയൊക്കെ ആയിട്ട് വേണം ഇനി 2-3-4 ഒരു എന്താ പറയുക 2 ദിവസം മുന്നേ കൊണ്ടുവന്ന ഒരു 5-6 മാന്തൽ മീനിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതിഞ്ഞ് നേരെ വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് വറുക്കണം. വേറെ ഒന്നും ഉപ്പേരിക്കൊന്നും തോരൻ വയ്ക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ വേഗം വന്നിട്ട് മാന്തള മീനൊക്കെ വേഗം എടുത്ത് അതൊക്കെ നന്നാക്കി അത് മസാലയൊക്കെ പുരട്ടി ഒക്കെ വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്താ ഇവർ വേറെ കറികളൊക്കെ വെക്കുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സൗദിയിലുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൗസിയ എന്ന് തോന്നുന്നു അവരുടെ പേര്. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഞാൻ മെയിൽ ഐ ഡിയിൽ കണ്ടൊരു പേരാട്ടോ പറഞ്ഞത്. സൗദിയിലുള്ള എത്താണ്. അപ്പോൾ അവർ പറഞ്ഞു എന്നെ എത്താന്ന് വിളിച്ചാൽ മതി മോളെ, എനിക്ക് എത്ര ഏജ് ഉണ്ട്. അപ്പോൾ അത് സന്തോഷം. എനിക്കറിയില്ലല്ലോ എത്ര ഏജ് എന്താണ് എങ്ങനെയെന്നുള്ളത്. അപ്പോൾ നമ്മൾ അറിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. സ്നേഹവും തന്നതിന് ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ അങ്ങനെ പറഞ്ഞു തന്നതിന്. അതുകൊണ്ട് നമുക്ക് ഇന്ന ആൾ ഇന്നതുപോലെയാണെന്നുള്ളത് നമുക്ക് പറയാലോ, അടുത്ത വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയാലോ. അപ്പോൾ ഒരുപാട് സന്തോഷം താത്താടെ പിന്നെ എന്താ പറയുക സ്നേഹം അറിയിച്ചതിലൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പുതിയ കൂട്ടുകാർ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും ഓളെന്ന ഓപ്ഷനോ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ പുതിയ ചാനലാണ്, നമ്മൾ കയറി വരുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു വീഡിയോസാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് വീഡിയോസ് മോണിറ്റൈസേഷൻ ആയി വരുന്നതൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തു, അവരുടെ സ്നേഹമൊക്കെ അറിയിച്ചു. അതിലൊരുപാട് സന്തോഷമുണ്ട്, സ്നേഹമുണ്ട് കേട്ടോ. അവരോടൊക്കെ സ്നേഹം അറിയിക്കുന്നു. കാരണം
നിങ്ങൾ ഓരോരുത്തരും ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഒന്നും എത്തില്ല നമ്മൾ. കാരണം നമ്മൾ ആ അടിത്തട്ടിൽ തന്നെ കിടക്കും. നിങ്ങളാണ് നമ്മളെ കൈ പിടിച്ചുയർത്തി കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ആ സ്നേഹവും സപ്പോർട്ടിങ്ങും ഒന്നും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അപ്പോൾ അതെന്നും ഉണ്ടാവും എൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ. അതുകൂടി ഈ വീഡിയോയിൽ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഞാനിതാ മാന്തള മീനൊക്കെ എടുത്ത് നന്നാക്കി അത് ഏട്ടൻ വരുമ്പോഴത്തേനും ഏട്ടൻ ഇതിനെ ഇടയ്ക്കൊന്ന് വരും ചെയ്തു കേട്ടോ. ഒരു 12:30 ആയപ്പോൾ ഏട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഓട്ടം കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ വന്നു. ഭക്ഷണം കഴിച്ചിട്ട് പോകാലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ ആരോ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തച്ചമ്പാറ വരെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് വരുമോ ചോദിച്ചിട്ട് അവിടുത്തെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ എന്നാൽ ശരി ഞാൻ ചെറിയൊരു ഓട്ടമുണ്ട് അത് പോയിട്ട് വരട്ടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷേ മീൻ വറുത്തിട്ടുണ്ടായിരുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ മീൻ അടുപ്പത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേന് ധോനി ബേബി എണീറ്റും അവള് ചീച്ചു വയ്ക്കുക അപ്പീട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയിലൊക്കെ നമ്മൾ ഇതിനൊക്കെ ഓടി ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ രാശേട്ടൻ അതും പറഞ്ഞിട്ട് രാശേട്ടൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആളെടുക്കാൻ പോയി കൊണ്ടുവിട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആ സമയത്താണ് മീൻ അടുപ്പത്ത് വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പം മാന്തള മീൻ 2-3 കഷ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം രാശേട്ടന് ഞാൻ മാത്രമല്ലേ കഴിക്കുള്ളൂ. അങ്ങനെ രാശേട്ടൻ അവരെ കൊണ്ടാക്കി വന്നു. ഞാനും അമ്മായിയും അമ്മ അന്ന് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടോ. കാരണം ഞാനും രാശേട്ടനും ഇനി ഭക്ഷണം കഴിക്കണേ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അധികം രാവിലെ ഞാൻ ഒന്നും കഴിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ഞാൻ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഒരു ഭക്ഷണം തന്നെ ഉള്ളൂ. അപ്പോൾ രാശേട്ടൻ വരുമ്പോൾ ഒരുമിച്ച് കഴിക്കാമല്ലോ. പിന്നെ രാശേട്ടന് ചോറ് വിളമ്പി കൊടുക്കണം. പിന്നെ അവർ കഴിച്ച പാത്രങ്ങൾ കഴുകണം. അങ്ങനെ പിന്നെ നമ്മൾ വിളമ്പി വെച്ച പാത്രങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തിരക്ക് തന്നെ ഇരിക്കും. അപ്പം എന്നാൽ അവൾ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ കഴിച്ചോട്ടെ ചക്കക്കൂട്ടാനായിരിക്കണല്ലോ. അപ്പോൾ അമ്മ അത് കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ രാശേട്ടൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാമല്ലോ പറഞ്ഞിട്ട് അമ്മായി താഴെ ഇരുന്നാട്ടോ കഴിക്കണത്. അപ്പോൾ എനിക്ക് ചക്കക്കൂട്ട ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ വേഗം പിന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് കേട്ടോ അമ്മായിയായിട്ട് ഉണ്ടാക്കി. അമ്മായിക്ക് നല്ല കൈപ്പുണ്യം. അമ്മ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ വേഗം ഒരു പ്ലേറ്റിലേക്ക് അത് ആറുന്നേ ഉള്ളൂ കേട്ടോ. വേഗം പ്ലേറ്റിലേക്കൊക്കെ ആക്കിയിട്ട് ഞാൻ അത് ഇരുന്ന് കഴിക്കുകയാണ്. രാശേട്ടപ്പുറത്ത് ചോറുന്നുണ്ട് കേട്ടോ. ഏട്ടനെ എന്തോ പറഞ്ഞപ്പോൾ ഞാനതിന് ഏട്ടനോട് എന്താ അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ വേറൊരു പ്ലേറ്റിൽ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പകുതി എടുത്തോളൂ കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്നാൽ ഇനി ഞാൻ വെറുതെ ചോറ് വിളമ്പിയിട്ട് ഇനി അതും വേസ്റ്റ് ആവും ഇനി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഏട്ടൻ കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ 2 പ്ലേറ്റിലായിട്ടാണല്ലോ വിളമ്പി വയ്ക്കുക. ഒരു പ്ലേറ്റിൽ വിളമ്പി വെച്ചിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വയ്ക്കും. അപ്പോൾ നമുക്ക് ഏട്ടന് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബാലൻസ് വരുന്നത് നമുക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ. എന്നിട്ട് പിന്നെ ഏട്ടൻ ബാലൻസ് വന്നതിൽ കുറച്ചും കൂടി ഒരു പിടി ചോറും കൂടി ഇട്ടിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. പിന്നെ ഏട്ടൻ കുറച്ച് നേരം എന്നൊക്കെ കിടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേന് വേറെ എവിടേക്കോ മണ്ണാർക്കാട്ടേക്ക് ഓട്ടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഓട്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കട്ടെ 2:30-2:30 ഓട്ടമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്നു. അത് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഡ്രസ്സ് മാറി അപ്പോഴത്തന്നെ പോയിട്ടോ. പിന്നെ ഏട്ടൻ ഡ്രസ്സൊക്കെ മാറി വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ആ സമയത്ത് പിന്നെ ധോനി ബേബി നീച്ചിട്ടുണ്ടായിരുന്നു, ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ ചെറിയൊരു ആവി മഴയൊക്കെ പെയ്തുകൊണ്ട് ശരിക്കും തണുപ്പൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ആവി കൊണ്ട് ഏട്ടനെ എണീറ്റപ്പോൾ തന്നെ ഏട്ടൻ പോകാനൊരുങ്ങിയപ്പോൾ അവളും പുറകിൽ ഇറങ്ങിയിട്ടോ. പിന്നെ അവളുടെ പിന്നാലെയൊക്കെ അവളിനെ എടുത്ത് കുറച്ച് നേരം നടന്ന് വണ്ടിയുടെ അടുത്തേക്കൊക്കെ പോയി. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു 3 മണിക്ക് ഓട്ടം കേട്ടോ. അവരെന്തോ സാധനങ്ങൾ മേടിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നീ എൻ്റെ കൂടെ വായ കുട്ടീനെ മേടിച്ചിട്ട് പറഞ്ഞിട്ട് ഞാനും പോയിട്ടോ. അപ്പോൾ ഞാൻ കുട്ടീനെ എടുത്തിട്ട് ഏട്ടൻ്റെ അടുത്ത് വരുമ്പോൾ ഏട്ടൻ വീഡിയോ എടുത്ത് തന്നതാട്ടോ. കാരണം ഞങ്ങളവിടെ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ താഴത്തെ അമ്മയും വന്നു കേട്ടോ. താഴത്തെ അമ്മ വന്ന് കുട്ടീനെയൊക്കെ എടുത്ത് കുറച്ച് നേരം കൊഞ്ചിച്ച് അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മേലത്തെ താത്ത വന്നത്. അവർ താഴത്തെ വീട്ടിലത്തെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ധോനി ബേബിനെ കണ്ടപ്പോൾ അവരെടുത്തിട്ട് പിന്നെ താത്ത താഴത്തേക്ക് പോയിട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ട് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ രാശേട്ടൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോട് കൂടിയിട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്നിനും മറക്കരുത്. ബൈ ബൈ.